What is lipid peroxidation? കേട്ടിട്ടുണ്ടോ ലിപ്പിഡ് പെറോക്സിഡേഷൻ? ലിപ്പിഡ് എന്ന് കേട്ടിട്ടുണ്ട്, പെറോക്സിഡേഷൻ എന്നും കേട്ട് കാണും. ഇത് എന്താണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വാട്ട് ഇസ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്നുള്ള ഒരു കാര്യം നോക്കണം. ഇറ്റ് ഈസ് ആൻ ഓട്ടോ oxidation process initiated by the attack of free radicals. So you know what is free radicals? നമ്മൾ ഓൾറെഡി ആരോ ഒരു സെമിനാർ എടുത്തു കഴിഞ്ഞതാണ് ഫ്രീ റാഡിക്കൽസിനെ പറ്റിയിട്ട്. ഇവിടെയും ഓട്ടോ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ അറ്റാക്ക് ഓഫ് ഫ്രീ റാഡിക്കൽസ്. It is very dangerous. Free radicals are highly dangerous, and you can see some of the examples as examples of free radicals. Okay, ഇവിടെ കാണാം. Then where this free radicals attack, it attack on phospholipids അല്ലെങ്കിൽ polyunsaturated fatty acids that is present as in the form of cell membrane, or it is situated in the cell membrane or subcellular components. Cell membrane lo അല്ലെങ്കിൽ cell organelles ന്റെ membrane lo ഇവിടെ എവിടെയാണെങ്കിലും ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും, ഇല്ലേ? What will be the result? So it result in the formation of various sorts of aldehydes, ketones, alkanes, carboxylic acids and polymerization products. ഈ products ഒക്കെ എന്താണ്? What are the significance of these products? These are highly reactive. How? This react with other components of cells and also extracellular matrix, and they serve as biomarkers of lipid peroxidation. What are the biomarkers? These are the aldehydes തൊട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന ഈ polymerization products. All these are the biomarkers of lipid peroxidation. Means what? ഇതിന്റെ presence എന്ന് പറയുന്നത് that will show the peroxidation, lipid peroxidation reaction in the cell. സെല്ലിനകത്ത് നടക്കുന്ന ലിപ്പിഡ് പെറോക്സിഡേഷൻ റിയാക്ഷന്റെ തെളിവാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് എന്താണ്? ഒരു ഓട്ടോ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഇത് ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാക്കുകയും ആ ഫ്രീ റാഡിക്കൽസ് ഫോസ്ഫോലിപ്പിഡുകളിൽ അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇതൊക്കെ എവിടെയാണ് ഉള്ളത്? സെൽ മെംബ്രെയിനിലും സബ്സെല്ലുലാർ സ്ട്രക്ചേഴ്സിലും ഒക്കെ ഉണ്ട്. ഈ സെൽ മെംബ്രെയിനിലുള്ള ഫാറ്റി ആസിഡിനെ ഇത് അറ്റാക്ക് ചെയ്യുകയും thereby it produce these type of കണ്ടോ ഈ രീതിയിലുള്ള പ്രോഡക്ട്സിനെയൊക്കെ അത് ഉണ്ടാക്കുകയും ചെയ്യും. So this leads to the destruction of the cell membrane or similar effect. Among reactive aldehyde, ഇതിനകത്ത് ഏറ്റവും മാരകമായ ഒരെണ്ണമാണ് മാലോൺ ഡൈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ MDA എന്ന് പറയുന്നത്. It is toxic aldehydic end product of lipid peroxidation with mediates the oxidation of cartilage collagen. cartilage അറിയാം നമുക്ക്, അതിനകത്തുള്ള കൊളാജനെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. It resulting in the fragmentation, modification, aggregation and changes in protein conformation and eventually leading to the alteration in the tissue function. So we can conclude that this oxidation process or this autooxidation process or this lipid peroxidation process that may leads to the alteration of the normal tissue functioning, especially in the cartilaginous collagen. Cartilaginous collagen അകത്ത് നടക്കുന്ന ലിപ്പിഡ് പെറോക്സിഡ് നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ ഫംഗ്ഷനെ അത് ആൾട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട്. Then in addition, chondrocyte derived lipid peroxidation mediates collagen degradation ഉണ്ടാവും. Then see, excess binding of these reactive aldehydes to matrix and cellular proteins. എവിടെയാ ഉള്ളത്? സെൽ മെംബ്രെയിൻ സെല്ലിനകത്തുള്ള മാട്രിക്സിലും സെല്ലുലാർ പ്രോട്ടീൻസിനകത്തും ഇത് എന്താ ചെയ്യുന്നത്? എക്സസീവ് ബൈൻഡിങ് ഓഫ് ദീസ് റിയാക്റ്റീവ് ഫോംസ് എന്താ ചെയ്യുന്നത് നോക്കൂ. The result would be may alter cellular function, membrane permeability and electrolyte balance, which further leads to ഇതെല്ലാം ഇതിനെയും ബാധിക്കും. എന്താണ്? സെൽ ഫംഗ്ഷനെ അത് സെല്ലുലാർ ഫംഗ്ഷനെ അത് ഓൾട്ടർ ചെയ്യും. അതിന്റെ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഓൾട്ടർ ചെയ്യും. അത് ഒന്നിൽ കൂടുതൽ
പെർമിയബിൾ ആക്കി കളയും. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം വലിഞ്ഞു കയറും. അല്ലെങ്കിൽ പെർമിയബിലിറ്റി കുറയ്ക്കും, ചിലപ്പോൾ പുറത്തേക്ക് ആവശ്യമില്ലാത്തത് പോകത്തില്ല, ആവശ്യമുള്ളതിനകത്തേക്ക് കടത്തിവിടത്തില്ല. സോ ഇറ്റ് മേ ഫങ്ഷൻ ഡിഫറെൻ്റ്ലി. ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതിനകത്തും ഓൾട്ടറേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ പെർമിയബിലിറ്റി മാറുമ്പോൾ തന്നെ അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ ബാലൻസിനകത്ത് വേരിയേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, മോളിക്യൂൾസിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പെർമിയബിലിറ്റി അനുസരിച്ചാണ് മോളിക്യൂൾസിൻ്റെ to and fro passing നടക്കുന്നത്. So it will change because of this reaction. Then which further leads to fibrogenesis, matrix protein degradation and progressive deterioration of the biotic system. The biotic system means the basic unit, the structural and functional unit of the cell itself will degrade or deteriorate or damaged. അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യാത്ത രീതിയിലേക്ക് അത് പോകും. Associated with the progression of oxidative stress mediated arthritis. അപ്പോൾ എന്താണ് ആർത്രൈറ്റിസ് എന്നൊക്കെ എല്ലാവരും കേൾക്കുന്നതാണ്. പണ്ട് വാതരോഗം എന്നൊക്കെ പറയും, ഇപ്പം എല്ലാവരും അതിനെ മാറ്റിയിട്ട് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കാരണമായി മാറുന്ന ഒരു റിയാക്ഷനാണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുന്നത്. Then how can we measure the lipid peroxidation? So there are different mechanism or methods is present to measure or determine the lipid peroxidation. Lipid peroxidation determined quantitatively as well as qualitatively. The methods edakeyana it can be measured by losses of fatty acids. Fatty acids in the losses il kuda manasilakam. Amount of primary peroxidation products, amounts of secondary products such as carbonyls and hydrocarbon gases, then reduction in antioxidant activity. ഇതിനകത്തുള്ള ഏത് മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? We can assess the lipid peroxidation. ക്വാളിറ്റി വേണമെങ്കിലും ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കുറെ ബയോമാർക്കേഴ്സ് ഉണ്ട്. ദീസ് ആർ ദ ബയോമാർക്കേഴ്സ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഈ പറഞ്ഞേക്കുന്നതൊക്കെ. അപ്പൊ ഇത് നോർമലി തന്നെ സെൽസിനകത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. സോ വി മസ്റ്റ് അസസ് ദ ക്വാണ്ടിറ്റി ഓർ ഹൗ മച്ച് ദിസ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സെൽസ് എന്ന് നമ്മൾ നോക്കും. അതിന്റെ അളവ് നോക്കും. നോക്കിയിട്ട് അബ്നോർമലി അത് ഇൻക്രീസ് ചെയ്തെങ്കിലാണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. Then see what are the steps involved in the lipid peroxidation process. There are 3 steps. They are initiation, then propagation and final. Then see the first one is initiation phase. എന്താണ്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എവിടെയുണ്ട്? സെൽ മെംബ്രെയിൻ അകത്ത് ഉണ്ട്. ഇതിനെയാണ് ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ വഴി ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദ ഇനിഷ്യേഷൻ ഫേസിൽ ദ പ്രൈമറി ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ സെന്റേർഡ് റാഡിക്കൽ. നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്യാപിറ്റൽ R ഇട്ടിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കും അല്ലെ. സോ ദ സിമ്പിൾ കാർബൺ സെന്റേർഡ് റാഡിക്കൽ അതിന് എന്താണ്? ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കൽ ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകും. ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മോളിക്യൂൾ വിത്ത് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റഡ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആദ്യം നടക്കുന്ന എന്താണ്? ഇവിടെ കാർബൺ സെന്റേർഡ് ആയിട്ടുള്ള ഒരു റാഡിക്കൽ ഫോം ചെയ്തു ഇല്ലേ. അപ്പൊ സാധാരണ ഒരു കാർബൺ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലിപ്പിഡിന്റെ മോളിക്യൂളിനകത്ത് നിന്ന് ഹൈഡ്രോക്സൈഡ് ഒരു ഫ്രീ റാഡിക്കൽ അത് അതിനകത്ത് വന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വിൽ റിസൾട്ടഡ് ദ കാർബൺ സെന്റേർഡ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ സെന്റേർഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർബൺ സെന്റേർഡ് റാഡിക്കൽ ഉണ്ടാവും along with the water, and this is considered as the first reaction. Then എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അടുത്ത ഒരു ലിപ്പിഡ് മോളിക്യൂളിനെ അറ്റാച്ച് ചെയ്യുമ്പം ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ അയോൺ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അനദർ വൺ റാഡിക്കൽ ദാറ്റ് ഇസ് കോൾഡ് ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കൽ ഇല്ലേ. അപ്പൊ ലിപ്പിഡ് മോളിക്യൂളിനെ അത് എന്താക്കി മാറ്റി? അൺസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ ഇത് ഈ പറഞ്ഞേക്കുന്ന റാഡിക്കൽ വന്നതിന് ശേഷം അടുത്ത ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റിയാക്ഷൻ 2 ആയിട്ട് അല്ലെങ്കിൽ 1B ആയിട്ട് 1ന്റെ തന്നെ 2 ഫോമാണ്. എന്താണ്? ഇവിടെ രണ്ടിടത്തും 2 റാഡിക്കൽസ് ഫോം ചെയ്തു. ദ ഫസ്റ്റ് വൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് റിയാക്ഷൻ
carbon-centered radical formed, and during the first B reaction, the lipid peroxide radical also formed. ഇത് രണ്ടും എന്താണ് സംഭവിക്കുന്നത്? Degraded to malone dialdehyde. 3 carbon ഉള്ള malone dialdehyde ആയിട്ട് ഇത് form ചെയ്യും. It is estimated as an indicator of fatty acid breakdown by free radicals. What is the indicator? This indicator ഏതാണ്? MAD നമ്മൾ പറഞ്ഞു അല്ലേ? മാലോൺ ഡൈആൽഡിഹൈഡ്, MAD എന്ന് ഷോർട്ട് ഫോമിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഡേഞ്ചറസ് പ്രോഡക്റ്റ് ദാറ്റ് വിൽ ഫോംഡ്, ഇതിന്റെ ഫലമായിട്ട് ഏതാണ്? ഈ റാഡിക്കൽസ് രണ്ടും ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് MAD എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും ഇല്ലേ? ഈ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവിടെ ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് is the first process, the formation of free radicals in 2 forms. രണ്ടെണ്ണം നമ്മൾ അവിടെ കാണിച്ചു. Second is the propagation phase. What is propagation? അതിനെ വീണ്ടും കൂടുതലായി മൾട്ടിപ്ലൈ ചെയ്ത് കൂടി വരുന്നതിനെയാണ് ആ ഫേസ് എന്ന് പറയുന്നത്. കാർബൺ സെന്റേർഡ് റാഡിക്കൽ എന്താ ചെയ്യുന്നത്? കാർബൺ സെന്റേർഡ് റാഡിക്കൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏതാണ്? ലിപ്പിഡ് പെറോക്സൈഡിന്റെ റാഡിക്കൽ ദേ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ റിയാക്ഷൻ 2 കാണിക്കുന്നതിനകത്ത് ഇത് തന്നെ ഫോം ചെയ്ത് എങ്ങനെയാണ്? ഓക്സിജന്റെ പ്രസൻസിൽ ഈ പറഞ്ഞേക്കുന്ന കാർബൺ സെന്റേർഡ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കലുമായിട്ട് ചേർന്നിട്ടാണ് എന്താ ഉണ്ടായേക്കുന്നത്? പെറോക്സിൽ റാഡിക്കൽ, ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ വീണ്ടും നോക്കിക്കുക, അടുത്ത റിയാക്ഷൻ വരുമ്പം എഗെയിൻ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അനദർ വൺ കാർബൺ സെന്റേർഡ് റാഡിക്കൽ. അപ്പോൾ ഓരോ റിയാക്ഷനും ഈ ലിപ്പിഡ് പെറോക്സൈഡും അല്ലെങ്കിൽ ലിപ്പിഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുമായിട്ട് ഇവര് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അടുത്ത് പ്രവർത്തിച്ചതിന് ശേഷം പുതിയ പുതിയ ഓരോ ഫ്രീ റാഡിക്കൽസിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഈ കാണിച്ചേക്കുന്നത് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഒരുമിച്ച് കാണിച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കുമ്പോൾ വി ക്യാൻ സീ ദ ഫോർമേഷൻ ഓഫ് ദ ഫ്രീ റാഡിക്കൽസ് ഇൻ 2 forms, either in ROO or in R form അല്ലെ? രണ്ട് രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ദ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിയാക്ഷൻ 2 and 3 is the conversion of carbon centered to peroxyl radical ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇവിടെയും ഇങ്ങോട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ഏതായാലും റാഡിക്കൽസ് രണ്ടും ഫ്രീ റാഡിക്കൽസ് ആണ്, അവർ ഹൈലി റിയാക്റ്റീവ് ഫോമിലാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പോയി വേറൊന്നിനെ തട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടാകും. ആ 2 ഇലക്ട്രോണുകൾ 2 എണ്ണത്തിന് മുട്ടാൻ പറ്റും, അത് വീണ്ടും 4 എണ്ണത്തിനെ തെറിപ്പിച്ച് കളയും. അങ്ങനെ വലിയ ഒരു ചെയിൻ റിയാക്ഷൻ നമ്മൾ പണ്ടുതൊട്ടേ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ ദിസ് ഫ്രീ റാഡിക്കൽസ് ക്യാൻ ഓൾസോ എങ്ങനെയാണ്? ഹിറ്റ് ഓൺ ദി നിയർ cells or the molecules, and thereby they can also produce this type of free radicals there also. അപ്പൊ ഇവിടെയും വീണ്ടും വീണ്ടും ഫ്രീ റാഡിക്കൽസിന് തൊട്ട് അടുത്തതിന് തൊട്ട് ധാരാളം ഫ്രീ റാഡിക്കൽസ് അങ്ങ് ഉണ്ടാവും. ബട്ട് there is simultaneous conversion of a carbon centered radical to a continuous production of hydroperoxide with the consumption of equimolecular quantities of polyunsaturated fatty acid. അപ്പൊ ഇത് എപ്പോഴും നിൽക്കുന്നില്ല, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രോസസ് ആയിട്ട് മാറുകയാണ്. ദ ഫ്രീ റാഡിക്കൽ ജനറേറ്റ്സ് അനദർ ഫ്രീ റാഡിക്കൽ ഇൻ ദ നെയ്ബറിംഗ് മോളിക്യൂൾ. എ ചെയിൻ റിയാക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് ഇനിഷ്യേറ്റഡ് അല്ലെ? ഇതിന് എന്താ പറയുന്നത്? ഇങ്ങനെ ഓരോന്നും നടക്കുന്ന നല്ല പരിപാടിയല്ലല്ലോ. ഇത് ഓരോന്നിനെയും ഓരോ സെല്ലിനെയും നശിപ്പിച്ച് കളയാണ്. അതിന്റെ ഫംഗ്ഷനെ അത് നിർത്തുവാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ തന്നെ മാറ്റി അതിന്റെ ഫംഗ്ഷൻ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഡെത്ത് കിസ് എന്ന് പറയും. ആരുടെ ഡെത്ത് കിസ് ആണ്? ആരെവിടെ കിസ് ചെയ്യുന്നത്? ബൈ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസിന്റെ ഡെത്ത് കിസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറായിട്ട് ഉള്ളത്. അക്യുമുലേഷൻ ഗോസ് സച്ച് ലിപ്പിഡ് ഡാമേജസ് ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ഫൈൻ ആർക്കിടെക്ചർ ആൻഡ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ മെംബ്രൈൻ. പിന്നെന്താ പ്രയോജനം? അതിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു, അതിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെട്ടു. സോ ഇറ്റ് വിൽ ഷുവർലി ലീഡ്സ് ടു the destruction of its function. ഒരു സെൽ അതിന്റെ ഫംഗ്ഷൻ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാൻ? ആ സെല്ലുകൾ
കൂടിയാണല്ലോ ടിഷ്യൂവും ഓർഗനും ഉണ്ടായിരിക്കുന്നത്. ആ ഓർഗന് തന്നെ ആ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അതിലുപരിയായിട്ട് ഇത് മറ്റുള്ള ഓർഗൻസിനെയും നശിപ്പിക്കും. ഒരു സെല്ലിൽ തുടങ്ങുന്നത് മറ്റുള്ള എല്ലാ സെല്ലുകളിലേക്കും ഇത് വ്യാപിച്ചു പോകാനായിട്ട് സാധ്യത ഉണ്ടാവും. അപ്പൊ ഇത് വളരെ മാരകമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ ഫുഡും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ചൈനീസ് ഫുഡ്, ചൈനീസ് റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പം നമ്മളുടെ ഇന്ത്യയിലെ കാലാവസ്ഥയും ജോഗ്രഫിക്കൽ കണ്ടീഷനും ഒക്കെ വെച്ച് നോക്കുമ്പം അവരുടെ ഭക്ഷണ രീതി നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടെ കഴിക്കുന്ന അരിയാഹാരവും ഗോതമ്പും അല്ലെങ്കിൽ അത് എങ്ങനെയാണോ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ, ക്ലൈമറ്റിക് കണ്ടീഷൻസിന് അനുയോജ്യമായ രീതിയിലാണ്. പക്ഷെ നമ്മൾ അതിനെ കളഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടേത് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ശരീരത്തിന് അത്രയും സ്യൂട്ടബിൾ ആവത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ എക്സസീവ് ആയിട്ടുള്ള പിന്നെ അതുപോലെ അസമയത്തുള്ള ഉപയോഗങ്ങൾ എന്തുണ്ടാക്കും? ഇതുപോലെയുള്ള ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അപ്പം ഇതിന്റെ അവസാനത്തെ ഫേസിലേക്ക് നമ്മൾ കയറുകയാണ്. പ്രൊപ്പഗേഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഈസ് ദ ടെർമിനേഷൻ ഫേസ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ. The reaction would proceeds അൺചെക്ഡ്. ഇത് നമ്മൾ ഈ റിയാക്ഷനെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള ഭക്ഷണമൊക്കെ ഇഷ്ടമാതിരി കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ അറിയുന്നില്ല പെറോക്സിൽ റാഡിക്കൽസ് ഒക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടെന്നും അടുത്തതിനെ ഓരോന്നിനെ ഒന്നൊന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ രോഗാതുരരായി മാറുന്നതും ഒന്നും നമ്മൾ അറിയുന്നതേയില്ല. നമ്മൾ ഇതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം മാത്രമല്ല, ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള, നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള എൻവയോൺമെന്റ് എല്ലാം ഇതിന് കാരണമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ അൺചെക്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? till a peroxyl radical react with another peroxyl radical to form inactive products. ഫൈനൽ ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും ഉണ്ടാകുന്നത്. എന്തെങ്കിലും ആക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ ഒരു ഫങ്ഷൻ, ഒരു ഓർഗന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ ആ ഓർഗൻ കൊണ്ട്, ആ ടിഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ ആ സെല്ല് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ലാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനാക്ടിവേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇനാക്ടിവേഷൻ. ഇവിടെ നോക്കിക്കാം, റാഡിക്കൽ ടു ഫോം ഇനാക്റ്റീവ് പ്രോഡക്ട്സ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? റാഡിക്കലാണ്, ഫ്രീ റാഡിക്കലാണ് പെറോക്സൈഡിൻ്റെത്. ഇതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കാണിച്ചേക്കാണ്. ഇവിടെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ഓക്സിജൻ ഉണ്ടാകുന്നു. ഇവിടെ അടുത്തതും ഇനാക്റ്റീവിനെ ഉണ്ടാക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നാലും ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമിനെയും ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഫൈനലായിട്ട് വരുമ്പം കുറെ രൂപത്തിലേക്ക് കയറി പോന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഫ്രീ റാഡിക്കൽസ് തന്നെ എന്തുണ്ടാക്കും? റിയാക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം അത് തന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് എന്നാണ് നമ്മൾ നേരത്തെ സെമിനാർ കേട്ടത് തന്നെ. ഇതിന്റെ രണ്ടും എന്താണ്? രണ്ട് വ്യത്യസ്തമായ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന പോലെ ഫ്രീ റാഡിക്കൽസ് ദോഷകരമായിട്ട് വരുന്നതാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് നല്ല, അല്ലെങ്കിൽ ഇതിനെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ്. ദെൻ വാട്ട് ഈസ് ദ, നമ്മൾ ആന്റി ഓക്സിഡൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ സി വാട്ട് ഈസ് ദ റോൾ ഓഫ് ആന്റി ഓക്സിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആന്റി ഓക്സിഡൻസിന് രണ്ട് ടൈപ്പ് ഓഫ് ആന്റി ഓക്സിഡൻസ് തന്നെയുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദയർ റിയാക്ഷൻ. അത് വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള പറയുന്നുണ്ട്. ഒന്ന് പ്രിവെന്റീവ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയും. അടുത്ത ഒരെണ്ണം ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡൻസ് എന്നും പറയും. അപ്പൊ പ്രിവെന്റീവ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം പ്രിവെൻഷൻ ആണ്, അല്ലെ? ഇതാണെങ്കിലോ ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ആ ചെയിനിനെ, ഇപ്പൊ നമ്മളിവിടെ ഇതെല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു, അല്ലെ? ആ ചെയിനിനെ അത് എവിടെയോ വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ രണ്ട് രീതിയിൽ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആന്റി ഓക്സിഡൻസിന്. ഫസ്റ്റ് പറയുന്നത് പ്രിവെന്റീവ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ദേ ഇൻഹിബിറ്റ് ദ ഇനിഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ആദ്യം തന്നെ ആ ഇനിഷ്യൽ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷനെ തന്നെ അത് നിർത്തും. They are catalase glutathione peroxide and ethylene diamine tetraacetate. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രിവെന്റീവ് ആന്റി ഓക്സിഡൻസിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. Then
ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡൻസ്, അതും ഒരു ഇൻഹിബിഷൻ. എന്ത് ഇൻഹിബിഷനാ ചെയ്യുന്നത്? ഇത് രണ്ടും ചെയ്യുന്നത് ലിപ്പിഡ് പെറോക്സിഡേഷനെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോർമേഷനെയാണ് അവർ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹൗ ദിസ് ഇൻഹിബിഷൻ ഇസ് ഗോയിങ് ഓൺ, ദാറ്റ് ഈസ് ത്രൂ പ്രൊപ്പഗേറ്റീവ് ഫേസ് ആണ്. പ്രൊപ്പഗേറ്റീവ് ഫേസിലാണ് ഇവർ ഇൻഹിബിഷൻ ഉണ്ടാകുന്നത്. എങ്ങനെയാ? They include peroxide dismutase, uric acid and vitamin. ഇവരാണ് ഈ പ്രൊപ്പഗേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഈ ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആന്റി ഓക്സിഡൻസിന് എക്സാമ്പിൾ ആണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസും യൂറിക് ആസിഡ് വൈറ്റമിൻ ഇ. ഇതിനകത്ത് വൈറ്റമിൻ ഇയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആൽഫ ടോക്കോഫെറോൾ എന്ന് പറയും. അപ്പൊ വൈറ്റമിൻ ഇ എന്താ ചെയ്യുന്നത്? ഇന്റർസെപ്റ്റ് ദ ഫ്രീ റാഡിക്കൽ ആൻഡ് ഇനാക്ടിവേറ്റ് ഇറ്റ് ബിഫോർ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി അറ്റാക്ട്. ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും? ഈ ഫ്രീ റാഡിക്കലുമായിട്ട് ഇവരങ്ങ് ചങ്ങാത്തം കൂടും. സോ ഇറ്റ് മേ മോർ റിയാക്റ്റീവ് വിത്ത് ദ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസുമായിട്ട് ഇവർ കുറച്ചും കൂടെ അഫിനിറ്റി കൂടുതലായിരിക്കും കാണിക്കുന്നത്. ആരാണ്? ടോക്കോഫെറോൾ. കാരണം ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ഇവര് മീഡിയത്തിൽ ഉണ്ട് എങ്കിൽ ദിസ് റാഡിക്കൽസ് റിയാക്ട് വിത്ത് ദി ടോക്കോഫെറോൾ. ഈ ടോക്കോഫെറോളുമായിട്ട് അവർ കൂടുതൽ അഫിനിറ്റി കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടുപേരും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? വി കാൺ സീ ദിസ് ടൈപ്പ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ പ്രോഡക്റ്റ്. ഇതിനകത്ത് നമ്മൾ കാണുന്നില്ലല്ലോ. ടോക്കോഫെറോളിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. അതിന് വലിയ എഫക്റ്റ് ആയിട്ടുള്ള ഒരു രൂപത്തിലല്ല നമ്മൾ അതിനെ കാണുന്നത്. ഇതും അതിന്റെ ഒരു ഫ്രീ റാഡിക്കൽ ഫോമിലായിരിക്കും വരുന്നത്. പക്ഷെ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ് അല്ലെങ്കിൽ റിയാക്റ്റീവ് അല്ല. The phenolic hydrogen of the alpha tocopherol react with the peroxyl radical, converting it to a hydroperoxide product. ഒരു hydroperoxide product ആയിട്ട് അതിനെ മാറ്റും. Tocoperoxyl radical thus formed is stable. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് വിൽ നോട്ട് പ്രൊപ്പഗേറ്റ് ദ സൈക്കിൾ എനി ഫർദർ. പിന്നെ ഇതിന്റെ സൈക്കിള് അങ്ങോട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടത്തില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് വിടത്തില്ല. ഇത് ഇവിടെ വെച്ച് തന്നെ നിൽക്കും. ഇത് വേറൊരെണ്ണത്തിനെ ഹിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു PUFA പോയിട്ട് ഇത് ഹിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്ന പരിപാടി ആർക്കില്ല? ടോക്കോഫെറോളിന് ഇല്ല. ടോക്കോഫെറോൾ ഈസ് ഓൾസോ produce a compound. Tocoperoxyl radical can react with another peroxyl radical getting converted to inactive product. അത് വേറൊരെണ്ണമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് അതങ്ങ് മാറും. നോക്കൂ, ഇവിടെ റിയാക്ഷൻ 5ഉം 6ഉം കാണിച്ചിട്ടുണ്ട്. രണ്ടിടത്തും എന്താ സംഭവിക്കുന്നത്? ഈ ടോക്കോഫെറോൾ എന്ന് പറയുന്നത് വന്ന് ആക്ട് ചെയ്തതിന് ശേഷം നേരത്തെ മുന്നിലത്തെ സ്റ്റെപ്പ് കാണിച്ചാണ് 5th റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വീണ്ടും വന്നിട്ട് ഒരു എന്തിനെയാണ്? ഒരു ഫ്രീ റാഡിക്കലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ RO രണ്ടും ചെയ്ത് കഴിയുമ്പോഴും ഒരു ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ രണ്ടും മാരകമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ആന്റി എന്താണ് ഫ്രീ റാഡിക്കൽ ടോക്കോഫെറോളിന്റെ ഫ്രീ റാഡിക്കലും റിയാക്റ്റീവ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കലും ഇവ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് പ്രൊപ്പഗേഷനെ അത് ഒട്ടും തന്നെ ഇതാണെങ്കിൽ എന്താ മറ്റേടത്തും ഫൈനലായിട്ട് ഒരു ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ഉണ്ടാകാം. പക്ഷെ അതിനു മുമ്പായിട്ട് ധാരാളം ഫ്രീ റാഡിക്കൽസിനെ അവര് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പല പല സെല്ലുകളിനെ തട്ടുകയും എല്ലാ സെല്ലുകളും നശിച്ച് അവസാനമാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു ഓർഗനെയോ ഒരു സെല്ലിനെയോ ടിഷ്യൂനെ മൊത്തം നശിപ്പിച്ചതിന് ശേഷം അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥമില്ല. ഇവിടെ ഈ ടോക്കോഫെറോൾ ചെയ്യുന്ന എന്താണ്? ടോക്കോഫെറോൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അവര് ഈ ഫ്രീ റാഡിക്കലുമായിട്ട് ബൗണ്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ ആ പുതിയ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നതിനെ അവര് ബ്രേക്ക് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദിസ് tocopherol, the free radical formed from the tocopherol is also react with the original peroxide in the free radical. ചെയ്ത് കഴിഞ്ഞാലും the final result will be inactive product. So thereby this tocopherol can control the lipid peroxidation, the formation of lipid peroxidation. So vitamin E act as the most effective naturally occurring chain breaking antioxidant in tissues.
ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വൈറ്റമിൻ ഇ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഉള്ള ഒരു വസ്തുവാണ്. Then only traces of tocopherol is required to protect considerable amounts of polyunsaturated fatty acid. അപ്പൊ എന്താണ്, വളരെ ട്രേസ് എമൗണ്ടിലാണ് നമ്മൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന് എടുക്കുന്നത്. അതേസമയം ഇതിന് വളരെ കൂടുതലായിട്ട് ഉപയോഗവുമുണ്ട്. ഈ വൈറ്റമിൻ ഇ ആണ് ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കലിനെ അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. 1 ടോക്കോഫെറോൾ മോളിക്യൂൾ പെർ 1000 ലിപ്പിഡ് മോളിക്യൂൾ. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടോക്കോഫെറോൾ മോളിക്യൂള് ഉണ്ട് എങ്കിൽ 1000 ലിപ്പിഡ് മോളിക്യൂൾസിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. 1:1000 ആണ് ഇതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആരുടെ? ടോക്കോഫെറോൾ, വൈറ്റമിൻ ഇയുടേത്. അതുകൊണ്ടാണ് ഇത് ട്രേസ് ക്വാണ്ടിറ്റിയിൽ മതി എന്ന് പറയുന്നത്. അതിന്റെ അത്രത്തോളം ഹൈലി എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള, അത്രത്തോളം ഏബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ടോക്കോഫെറോളിന് ഉള്ളത്. അപ്പൊ ഇത്ര 1000 ലിപ്പിഡ് മോളിക്യൂളിന് മാനേജ് ചെയ്യാനായിട്ട് ഒരൊറ്റ ടോക്കോഫെറോൾ മോളിക്യൂളിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ട്രേസ് മതി എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ഇതെപ്പോഴും തന്നെ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇവർ അബ്സോർബ് ചെയ്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്? the reduction of the tocopherol in the body. So we must add tocopherol or vitamin E in the everyday food supplement. അല്ലെ, ഫുഡിനകത്ത് നമ്മൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കണം. ബട്ട് ഇറ്റ് ഈസ് സീൻ ഫ്രം റിയാക്ഷൻ 5 and 6 നിന്ന് ആക്ടിങ് ആസ് ആന്റി ഓക്സിഡന്റ് ആൽഫ ടോക്കോഫെറോൾ is consumed. അല്ലെ, then hence it has to be replenished by daily dietary supply. അപ്പൊ എങ്ങനെ നമ്മൾ ഡയറ്ററി സപ്ലൈയിൽ ഏതെല്ലാം ഭക്ഷണത്തിനകത്ത് ടോക്കോഫെറോൾ ഉണ്ട്, ഏതെല്ലാമാണ് വൈറ്റമിൻ ഇ അടങ്ങിയേക്കുന്നത്, നമ്മൾ അത് കഴിക്കണം. അല്ലെ, എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും എന്തൊക്കെ ഉണ്ടെന്ന്. അറിഞ്ഞാലും അറിഞ്ഞില്ല എങ്കിലും നമ്മൾ ഉപയോഗിക്കുക. എന്താണ്, ഇന്ന് മുതൽ ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ കിട്ടി നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും we must forcefully use this type of food items in order to reduce the formation of free radicals and lipid peroxidation, and thereby we can resist the diseases like cancer, etc. Okay, so these are the vitamin E containing vegetables, fruits, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതാണ്. wheat germ oil ഉണ്ട്, flower, sunflower, then safflower, then സോയാബീൻ, അങ്ങനെയുള്ള ഓയിലുകൾ, സൺഫ്ലവർ സീഡ്സ്, ആൽമണ്ട്, പീനട്ട് ബട്ടർ, ഇതൊക്കെ നമുക്ക് ധാരാളം നമ്മളുടെ എവിടെയാണ് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. പീനട്ട് ബട്ടറൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് വൈറ്റമിൻ ഇ റിച്ച് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബീറ്റ് ഗ്രീൻസ്, കൊളാഡ് ഗ്രീൻസ്, സ്പിനാച്ച്, അല്ലേ, എല്ലാവർക്കും ഇഷ്ടം ഉണ്ട് പോലും ഇല്ല പോലും നമുക്ക് സുലഭമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എന്താണ്, ചീര, അല്ലേ, ദെൻ പംകിൻ, റെഡ് ബെൽ പെപ്പർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം റിച്ച് വിത്ത് വൈറ്റമിൻ ഇ. So we must use this vitamin E in order to resist the formation of free radicals. മനസ്സിലായോ?